ഹായ് ഹലോ മുത്തുമണീസേ. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ എനിക്ക് പറയാൻ വലിയൊരു കഥയുണ്ട് കേട്ടോ നിങ്ങളുടെ മുമ്പിലേക്ക്. ഇത് ശരിക്കും മരുതൻകുഴിയിലുള്ള ന്യൂ ഷോറൂമായ കല്ലിങ്ങൽ ബജാജിലാണ് കേട്ടോ ഞങ്ങൾ നിൽക്കുന്നത്. നിങ്ങളൊരു ഓട്ടോ എടുക്കാനായിട്ട് കുറേ നാൾ കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്, എടുക്കണം എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ നടന്നില്ല. എന്നാൽ ഇന്ന് ലൈഫിൽ ഈ 2026 ജൂൺ മാസത്തിൽ നിങ്ങളത് സാധിക്കാൻ പോവുകയാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോ ക്ലിപ്പിൻ്റെ കൂടെ ഫസ്റ്റ് കുറച്ച് വീഡിയോസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ നേരെ പിള്ളേരെ കൊണ്ട് എൻ്റെ വീട്ടിലാക്കിയിട്ട് ഫണ്ട് സെറ്റ് ചെയ്യാനുള്ള പോക്കാണ് കേട്ടോ. ഞങ്ങൾക്കിപ്പോൾ നിലവിൽ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് CC ഇടാനൊന്നും കഴിയത്തില്ല. കാരണം മന്ത്ലി ഹോം ലോണും പിള്ളേരുടെ പഠിത്തമൊക്കെ ഉള്ളതുകൊണ്ടും അല്ലാതെ ചില്ലറ കാര്യങ്ങളുള്ളതുകൊണ്ട് ഞങ്ങൾ നേരെ ഫുൾ ക്യാഷ് അടച്ചിട്ട് കയ്യിലുള്ള ഗോൾഡ് എല്ലാം കൂടെ പണയം വെച്ചിട്ട് ഫുൾ ക്യാഷിന് വണ്ടി എടുക്കാന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗോൾഡ് ലോൺ വന്നിട്ട് KSF എന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് നേരെ നമ്മുടെ ഏട്ടൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഡയറക്റ്റ് നമ്മൾ കല്ലിങ്ങൽ ബജാജിൻ്റെ അക്കൗണ്ടിലേക്ക് RTGS NEFT ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം പിന്നെ നമ്മൾ ഇതുവരെ ലൈഫിൽ RTGS NEFT ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ബാങ്കിൽ പോയ സമയത്ത് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ചെക്ക് ലീഫിൻ്റെ ആവശ്യം ഉണ്ടെന്നാണ്. അപ്പം നമ്മുടെ കയ്യിൽ ചെക്ക് ലീഫ് ഉണ്ടായിരുന്നു, പക്ഷെ അത് വീട്ടിൽ പോയാൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളായിരുന്നു. അതുകൊണ്ട് നമ്മൾ തൽക്കാലം കയ്യിലില്ലാത്തത് കൊണ്ട് അവർ ചെറിയൊരു ഇളവ് തന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു 30 രൂപ ചാർജിലൊരു ചെക്ക് മേടിച്ചിട്ട് അവിടെ തന്നെ എഴുതി കൊടുക്കുക എന്നുള്ള ഒരു ഇത്. പക്ഷേ മറ്റേ പ്രോസസ്സിനേക്കാളും ഇത് ഒത്തിരി പാടുള്ള സമയം എടുക്കുന്ന ഒരു പ്രോസസ്സായിരുന്നു. പക്ഷേ അവർ എന്തോ ഒരു ടൈം നമ്മുടെ മുമ്പിൽ ഇല്ലാത്ത ഒരു ഇത് പറഞ്ഞതുകൊണ്ട് അവർ നമുക്ക് അവിടെ നിന്ന് തന്നെ ചെക്ക് ലീഫ് എടുത്തിട്ട് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് വീണ്ടും നമ്മുടെ മരുതൻകുഴിയിലുള്ള പുതിയ ഷോറൂമാണ് കേട്ടോ ഇത്. കല്ലിങ്ങൽ ബജാജിൻ്റെ ഇവിടേക്ക് നമ്മൾ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ, പൈസ അടച്ച കാര്യങ്ങളെല്ലാം അവിടെ നിന്നൊരു മഞ്ഞ കളറ് കാർഡ് വരും. അത് കൊണ്ടുവേണം നമ്മൾ ഷോറൂമിൽ പോയിട്ട് വണ്ടി സെലക്ട് ചെയ്യാനായിട്ട്. കാരണം ചേസ് ഇഷ്ടമുള്ളത് വണ്ടി നോക്കി സെലക്ട് ചെയ്യണമെങ്കിൽ അതും കൊണ്ട് ഫുൾ ക്യാഷ് അടച്ച ആ ഒരു ചീട്ടം കൊണ്ട് നമ്മൾ അവിടെ പോകണം. പോകുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടമുള്ള വണ്ടി സെലക്ട് ചെയ്യാം കേട്ടോ. കാരണം ഒരു വണ്ടിയുടെ ടയർ, ബാറ്ററി ഇതൊക്കെയാണല്ലോ ഇമ്പോർട്ടൻറ്റ്. അപ്പം അത് നല്ലത് നോക്കി എടുക്കണം, നമ്മൾ ഇഷ്ടത്തിന് എടുക്കാം. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി എൻ്റെ കിച്ചോട്ടം വന്നിട്ട് അപ്പോളയുടെ ടയർ എടുക്കാം എന്നുള്ള പ്ലാനിങ്ങിലേക്കാണ് പോയത്. പക്ഷേ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നല്ലൊരു വണ്ടിക്ക് സിയാറ്റിൻ്റെ ടയറും നല്ല ആംറോണിൻ്റെ ബ്ലാക്ക് ബാറ്ററി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതന്നെ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വണ്ടി സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ നേരെ വണ്ടി ഇറങ്ങുന്ന ദിവസമായിട്ട് വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഇത് രാവിലെ വണ്ടി ഇറങ്ങുന്നതിൻ്റെ അന്ന് രാവിലെ തൊട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ നമ്മൾ രാവിലെ വണ്ടി ഇറക്കുന്നത് 12 മണിക്കും 12:30ക്കും ഇടയ്ക്കുള്ള സമയമാണ് നമ്മളോട് കോവിലിൽ പോയപ്പോൾ പോറ്റി പറഞ്ഞത്. അപ്പം നേരെ നമ്മൾ വണ്ടി ഇറക്കാനുള്ള ഇതിനായിട്ട് എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനും അമ്മമ്മയും ഞാനും പിള്ളേരും അമ്മയും കൂടെ പുളിയിറക്കോണത്ത് വീട്ടിൽ നിന്നാണ് പോയത്. ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കാനായിട്ട് തിരുവല്ലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അമ്മ പിന്നെ റേഷൻ കടയിലായതുകൊണ്ട് അവിടെ നിന്ന് അമ്മയെ വിളിക്കാം എന്നുള്ള ഇതിൽ നമ്മൾ അങ്ങോട്ടേക്ക് പോയേട്ടാ. അപ്പം അച്ഛനാണെങ്കിൽ സമയത്തിന് ഒരാവശ്യമായിട്ട് വരാൻ പറ്റിയില്ല. അപ്പം ആ ഒരു വിഷമത്തിലായിരുന്നു കേട്ടോ ഞാൻ. എങ്കിൽ കൂടിയും നല്ലൊരു ദിവസമായിട്ട് സങ്കടം മനസ്സിൽ വെക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നല്ല ഹാപ്പി ആയിട്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ അമ്മയുടെ അടുത്തേക്കാണ് ഞങ്ങൾ പോയത്. അമ്മൂമ്മയാണെങ്കിൽ എന്ത് പറഞ്ഞാലും അമ്മയ്ക്ക് പെട്ടെന്ന് സങ്കടം വരും. വണ്ടി എടുക്കുന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അമ്മൂമ്മയ്ക്ക് എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ. നല്ലത് വരട്ടെ മക്കളെ, നല്ലത് മാത്രം വരട്ടെ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം അമ്മ നേരെ കടയിൽ നിന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട് നിന്ന് കേട്ടോ. ഇത് മാമൻ്റെ കടയാണ്. അപ്പം അമ്മയാണ് അവിടെ ഇരുന്ന് ഹെൽപ്പൊക്കെ ചെയ്യണത് റേഷൻ കടയിൽ. പിന്നെ പെട്ടെന്ന് അമ്മയും കൂടെ കൂട്ടിയിട്ട് നമ്മൾ 5 പേരും കൂടെ നേരെ ഷോറൂമിലേക്കാണ് കേട്ടോ പോയത്. 12നും 12:30ക്കാണ് സമയം പറഞ്ഞെങ്കിൽ നമ്മൾ 11:15 തന്നെ അവിടെ നിന്ന് ഇറങ്ങി. വീട്ടിൽ നിന്ന് അധിക ദൂരം അങ്ങോട്ടേക്ക് പോകാനില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ സമയത്തിന് ഇറങ്ങിയത്. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഉള്ളത് എൻ്റെ അച്ഛൻ്റെ ഒരു ചങ്ക് കൂട്ടുകാരനായ ജയമാമനാണ്. എൻ്റെ അച്ഛൻ്റെ പേരും മാമൻ്റെ പേരും ഒക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. നാളും ഒന്ന് തന്നെയാണ്. ആൾക്കാരെ രണ്ടുപേരെ കാണാനും ഒരുപോലെ തന്നെയാണ്. നമ്മളെല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്ന എൻ്റെ അച്ഛൻ്റെ അത്രയും വേണ്ടപ്പെട്ട ഒരു കൂട്ടുകാരനാണ് എൻ്റെ മാമൻ. നമ്മളിപ്പോൾ ഷോറൂമിലേക്ക് എത്തിയായിരുന്നു കേട്ടോ. അപ്പം ഇതാണ് മരുതൻകുഴിയിലുള്ള കല്ലിങ്ങൽ ബജാജിൻ്റെ ന്യൂ ഷോറൂം വന്നിട്ട്. ഇതിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. തുടങ്ങിയിട്ട് ഫസ്റ്റ് വണ്ടി ഞങ്ങളുടെയാണ് കേട്ടോ ഇന്ന് ഇറങ്ങുന്നത്. പിന്നെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ആ ചേട്ടൻ്റെ കൂട്ടുകാരനും ചേട്ടൻ്റെ അമ്മയും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എത്തുന്നതിന് മുന്നേ തന്നെ കിച്ചേട്ടനും ഫ്രണ്ടും അമ്മയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ എത്തിയപ്പോഴത്തേക്കും ഇതാണ് റാണി മാഡമാണ് നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഡീലിങ്സ് എല്ലാം. അവിടുത്തെ ബ്രാഞ്ച് മാനേജറാണ്. നമ്മൾ വണ്ടി ഇറങ്ങുമ്പോൾ തൊട്ട് ബുക്ക് ചെയ്തത് മുതൽ ആ ഇറങ്ങുന്ന അന്നേരം വരെയും മാഡം
ഫുൾ സപ്പോർട്ടാണ് കേട്ടോ. നമ്മൾ ചില സ്ഥലങ്ങളിൽ ചില സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പം അവിടെയുള്ള കസ്റ്റമർ ഡീലിംഗ് ആണ് ഏറ്റവും വലുത്. അതുപോലെയാണ് ഈ പറയണത്. നമ്മളെ വണ്ടിക്ക് ആ കസ്റ്റമർ ഡീലിംഗ് നമുക്ക് തന്ന ഒരു മാനേജർ ആണെന്നുള്ള ഒരു ഇതല്ലാതെ നമുക്ക് നമ്മളെ പരിചയമുള്ള നമ്മുടെ കുടുംബത്തിലുള്ള ആരോ ആ ഒരു ഫ്രീ ആയിട്ട് സംസാരിക്കില്ല. അതുപോലെയാണ് കേട്ടോ മാഡം. നമ്മളത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് ബിഹേവ് ചെയ്തത്. മീൻസ് നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആളെ ധൈര്യമായിട്ട് ഫോൺ വിളിക്കാം, സംശയം ചോദിക്കാം. അങ്ങനത്തെ ഒരു കാര്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഒരുവിധം ഹാപ്പി ആവും ഇല്ലേ, കസ്റ്റമർ ഡീലിങ്സ് ഒക്കെ. അതുപോലെ തന്നെ അവിടെ ചെന്ന നേരം അമ്മൂമ്മ ഇതൊക്കെ കണ്ടപ്പോൾ അമ്മൂമ്മയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റണില്ല. അമ്മൂമ്മയ്ക്ക് സന്തോഷം വന്നാൽ ഭയങ്കര കരച്ചിൽ വരും കേട്ടോ. അപ്പം പ്രത്യേകിച്ച് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് പേരക്കുട്ടികൾ ഒരുപാട് പേരുണ്ടെങ്കിലും എൻ്റെ അമ്മയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ വണ്ടി ഓൾറെഡി എടുക്കുന്നത് പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മൂമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അമ്മയും അമ്മൂമ്മയും ഏട്ടൻ്റെ അമ്മയ്ക്ക് കൂടെ എല്ലാവരും അകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു, വണ്ടി ഇറങ്ങുന്ന സമയം 12-ാം തീയതി 12 മണിക്കും 12:30ക്കും ഇടയ്ക്കാണ് ഞങ്ങളുടെ വണ്ടി ഇറങ്ങാന്ന് പറഞ്ഞത്. അപ്പം ആ സമയം തന്നെ ഒരാൾ കൂടി ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു, ഏട്ടൻ്റെ കൂട്ടുകാരൻ, ഒറ്റ ചങ്ക്. എൻ്റെ അച്ഛനൊക്കെ ചങ്കുള്ളതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിനും ഒരു ചങ്കുണ്ട്. ചങ്കും വൈഫും ആണ് കൂടെ ഉള്ളത്. നമ്മളല്ലാതെ നമ്മുടെ ഏട്ടൻ്റെ 2 കൂട്ടുകാരും അച്ഛൻ്റെ ഒരു കൂട്ടുകാരനും പിന്നെ ഞങ്ങളുടെ ഫാമിലിയിലുള്ളവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ വണ്ടി ഇറക്കുന്നതിനോടൊപ്പം തന്നെ വേറൊരു വണ്ടിയുടെ ഡെലിവറി ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ആയിരുന്നു ഫസ്റ്റ് ഇറങ്ങിയ വണ്ടി. ഈ ഷോറൂമിലെ ഫസ്റ്റത്തെ വണ്ടി ഞങ്ങളുടെ ആയിരുന്നു കേട്ടോ. ഇവരാണ് രണ്ടാമത്തെ കസ്റ്റമർ. ഒരു 2 അങ്കിളുമാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് ഡെലിവറി തന്നതിന് ശേഷം അവർക്ക് കൊടുക്കാം എന്നുള്ള ഒരു ഇതിലാണ് നിന്നത് കേട്ടോ. കാരണം ഫുൾ ക്യാഷ് ഞങ്ങളായിരുന്നു ഫസ്റ്റ് അടച്ച് രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് ആക്കിയതുകൊണ്ട് ഞങ്ങൾക്കാണ് ഫസ്റ്റ് വണ്ടിയുടെ താക്കോല് കൈമാറിയത്. അപ്പം 12:15 ഇറക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ നിന്നത്. അപ്പോൾ കറക്റ്റ് 12:15 തന്നെ താക്കോല് കൈമാറി കേട്ടോ. എൻ്റെ അച്ഛനും 30 വർഷമായിട്ട് വണ്ടി ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്. താക്കോൽ എടുക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞങ്ങളിരുന്നത്. പക്ഷെ ആൾക്ക് വരാൻ പറ്റിയില്ല. കാരണം സ്ഥിരമായിട്ട് ഓട്ടം പോകുന്ന ഒരു ആങ്കിളുണ്ട്. ആങ്കിളിൻ്റെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു. അപ്പം അതിൽ പോവേണ്ടി വന്നു അച്ഛന്. അപ്പം അതുകൊണ്ട് അച്ഛന് പെട്ടെന്ന് ഓടി എത്താൻ പറ്റിയില്ല. പക്ഷെ വണ്ടി ഇറക്കി ആ നേരം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആൾ ഓടി എത്തി. പക്ഷെ അന്നേരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കിച്ചേട്ടൻ ഓട്ടോ ഓടിച്ച് പരിചയമില്ല. ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, ഓട്ടോ ഓടിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഈ ഡെയിലി അങ്ങനെ ഓടിക്കത്തൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പരിചയക്കുറവ് ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും ഏട്ടൻ തന്നെയാണ് താക്കോല് വാങ്ങിച്ചതും ഏട്ടൻ തന്നെയാണ് വണ്ടി ഇറക്കിയതും. അത് ചെറിയൊരു പരിചയക്കുറവ് ഉണ്ടെങ്കിലും അന്നേരം ചേട്ടൻ വണ്ടി ഇറക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഫാമിലിയിലുള്ള എല്ലാവർക്കും നമുക്കും വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം എൻ്റെ അച്ഛനും ഓട്ടോ ഫീൽഡിൽ തന്നെയാണ്. എൻ്റെ ചേട്ടനും പുതിയൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് പുതിയൊരു താക്കോല് കയ്യിൽ വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ലൈഫിൽ ഒരു പുതിയ ജീവനൊക്കെ വരുമെന്ന് പറയില്ലേ, അതുപോലെയാണ് കേട്ടോ നമ്മുടെ ഈ ഓട്ടോ. നമുക്കൊരു പുതിയ നമ്മുടെ വീട്ടിലെ തന്നെ പുതിയൊരു മെമ്പറാണ്. അപ്പോൾ കിച്ചേട്ടൻ വണ്ടി ഒന്ന് എടുത്ത് ഇട്ടതിന് ശേഷം കിച്ചേട്ടൻ്റെ ഫ്രണ്ടാണ് കേട്ടോ വണ്ടി എടുത്തത്. പിന്നെ കിച്ചേട്ടൻ്റെ കൂട്ടുകാരൻ 2 പേരുണ്ടായിരുന്നു. അതിൽ ഒരാളാണ് വണ്ടി എടുത്തത്. ഒരാൾ വൈഫിനെയും കൊണ്ട് വന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് തിരിച്ചു പോയതുകൊണ്ട് അധികം നിൽക്കാൻ പറ്റിയില്ല. കിച്ചേട്ടൻ്റെ ഫ്രണ്ടിന് ഓൾറെഡി ഓട്ടോ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഏട്ടനാണ് നമ്മുടെ കൂടെ വന്ന് വണ്ടി എടുക്കാനായിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് അവിടെ നിന്നൊരു ചെറിയ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വണ്ടി ഇറക്കുന്നതുകൊണ്ട് ഷോറൂമിൽ നിന്ന് റാണി മാഡം ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക്. നമ്മൾ ഈ വണ്ടി ഇറക്കിയ സമയത്ത് തന്നെ പുറകെ അവരും വണ്ടി ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അമ്മയും അമ്മുമ്മയും മാമനും നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അമ്മയും ഞാനും ഒക്കെ ആയിട്ട് നേരെ പഴവങ്ങാടി അമ്പലത്തിൽ പോയിട്ട് നമ്മുടെ വണ്ടിക്ക് തേങ്ങ ചുറ്റിയിട്ട് അടിക്കുമല്ലോ നടയിൽ. അപ്പോൾ അതിനായിട്ട് പോകാനായിട്ട് 2 വണ്ടിയിലായിട്ട് പോകാന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ ഞങ്ങൾ നിന്നത്. അപ്പം ഞാനും അമ്മയും പിള്ളേരും ഒരു ഓട്ടോയിൽ, ചേട്ടൻ വന്നിട്ട് 2 വീലറിലാണ് വന്നത്. പിന്നെ വന്നിട്ട് അമ്മയും അമ്മുമ്മയും കൂടെ മാമൻ്റെ കൂടെ വണ്ടിയിലുണ്ടായിരുന്നു. അപ്പോൾ 2 വണ്ടിയിലായിട്ടാണ് പോയത്. അപ്പം ഞാൻ സന്തോഷത്തോടെ ചേട്ടന് താക്കോല് കൈ കൊടുത്തപ്പം പെട്ടെന്ന് എനിക്കെന്തോ കണ്ണ് നിറയോ മനസ്സ് നിറയോ എന്തോന്ന് അറിയില്ല. പെട്ടെന്ന് ഒരു നേരം സ്റ്റില്ലായിട്ട് കുറച്ച് നേരം നോക്കിക്കൊണ്ടിരുന്ന്. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ്റെ കൂട്ടുകാരൻ വന്നിട്ട് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പം മരുതൻകുഴിയിൽ നിന്ന് ഞങ്ങൾക്ക് പഴവങ്ങാടിയിലേക്കാണ് പോകാണ്ടായിരുന്നത്. അപ്പം നേരെ ഏട്ടൻ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ഏട്ടൻ്റെ പേര് വന്നിട്ട് ശിവപ്രസാദാണ് കേട്ടോ. ഞങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യം ഉണ്ടെങ്കിൽ ആളിനെ കൂടെ വിളിച്ച് അറിയിക്കാറുണ്ട്. അപ്പം ആളാണ് നമ്മുടെ വണ്ടി ഫുൾ കൊണ്ട് നടന്നത്. മീൻസ് പുതിയ വണ്ടി ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കൂടെ അത്
കൊണ്ട് നടക്കാനും നമുക്ക് പറഞ്ഞു തരാനും ഒരാളുള്ളത് തന്നെ ഏറ്റവും വലിയ കാര്യമല്ലേ. അപ്പോൾ നമ്മുടെ ലൈഫിലെ പല കാര്യത്തിനും ഇതുപോലെ ഏട്ടൻ്റെ കുറേ കൂട്ടുകാരുണ്ട്. അവർ ഓരോരുത്തരും നമ്മുടെ കൈ വിടാതെ കൂടെ തന്നെ ഉണ്ടായിട്ടുമുണ്ട് ഇതുവരെയായിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് ഭയങ്കര ഹാപ്പിയിൽ എൻ്റെ മോനും മോളും ചോദിക്കുക, ഇത് ഞങ്ങളുടെ വണ്ടിയാണോ ഞങ്ങളുടെ വണ്ടിയാണോ, എൻ്റെ ദേവൂട്ടി ചോദിക്കുക ഇത് വിശ്വസിക്കാൻ പറ്റുമോ, ഇത് സ്വപ്നമാണോ എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കും അത് ചിന്തിക്കാൻ വയ്യ, ശരിക്കും ഇത് സ്വപ്നമാണോ എന്ന് വരെ എനിക്ക് വരെ തോന്നിയിട്ടുണ്ട്. കാരണം അത്രയും നമ്മൾ സ്ട്രഗിൾ ചെയ്താണ് ഈ വണ്ടി എടുക്കുന്നത്. പിന്നെ കിച്ചോട്ടൻ തൊട്ട് പറയ്ക്കെ തന്നെ നമ്മുടെ കൂടെ ടു വീലറിലുണ്ടായിരുന്നു കേട്ടോ. അധികം ലാഗ് അടിക്കാതെ നമ്മൾ 3 വണ്ടിയിലായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം തന്നെ നമ്മൾ നേരെ പഴവങ്ങാടിയിൽ പോയ സമയത്ത് അച്ഛനും അവിടെ വന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ ടു വീലറിലാണ് വന്നത്. നമ്മളെല്ലാവരും കൂടെ നേരെ പഴവങ്ങാടി പോയിട്ട് ഞാൻ അവരവിടെ നിൽക്കുന്ന നേരം ഞാൻ പോയിട്ട് ഒരു തേങ്ങ വാങ്ങിച്ചേട്ടോ. ഞാനും ദേവൂട്ടിയും അമ്മയും കൂടെ പോയിട്ട് നേരെ ഒരു തേങ്ങ വാങ്ങിച്ചിട്ട് ഓട്ടോയ്ക്ക് ഉഴിഞ്ഞ് നടക്കി വെച്ചു. കാരണം നമ്മൾ പോയ സമയം ഉച്ചയാണല്ലോ, അപ്പം അമ്പലത്തിൻ്റെ ഡോർ അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നേരെ ഓട്ടോയ്ക്ക് നമ്മൾ എന്ത് പുതിയ വണ്ടി എടുത്താലും നമ്മുടെ പഴവങ്ങാടി അമ്പലത്തിൽ പോയിട്ട് ഒരു തേങ്ങ ഒഴിഞ്ഞിട്ട് ആ നടക്കി അടിക്കാൻ വെക്കുന്നത് പതിവാണ്. അപ്പം നമ്മൾ നേരെ അതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരുമായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇത് നമ്മുടെ തമ്പാനൂരുള്ളൊരു വെജ് ഹോട്ടലാണ്. ഇവിടെ വന്നപ്പോഴത്തേക്കും എല്ലാവരും വന്ന് ഇവിടുന്ന് കഴിക്കാന്നുള്ള ഒരു സദ്യ കഴിക്കണം എന്നുള്ളൊരാഗ്രഹത്തിൽ എല്ലാവരും കൂടി ഇവിടെ വന്ന സമയത്ത് അവിടെ സദ്യ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നേരെ ആര്യാസിലാണ് പോയത്. ആര്യാസ് അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള നല്ലൊരു ഹോട്ടലാണ്. അപ്പം ഞാനും അമ്മമ്മയും, ആദ്യം അമ്മയായിരുന്നു കൂടെ എൻ്റെ കൂടെ ഓട്ടോയിൽ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ പുതിയ ഓട്ടോയിൽ അമ്മമ്മയെ കയറ്റിയിട്ട് അമ്മ അപ്പുറം ഓട്ടോയിലേക്ക് കയറി. അച്ഛൻ വന്നിട്ട് അച്ഛൻ ഡ്രൈവിങ്, ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി, അച്ഛൻ ഡ്രൈവിംഗ് ഫീൽഡിൽ 30 വർഷമായിട്ടുള്ള ആളായതുകൊണ്ട് അച്ഛൻ അത്യാവശ്യം പാർക്കിംഗ് ഉള്ള നല്ല ഹോട്ടലും നല്ല റിവ്യൂ ഉള്ള ഹോട്ടലൊക്കെ അച്ഛൻ അറിയാം. അപ്പം അച്ഛനാണ് ഞങ്ങൾ അവിടേക്ക് കൊണ്ടുപോയി. പക്ഷെ അന്നേരം അന്ന് സദ്യ ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ആള് എൻ്റെ അടുത്ത് വന്നിട്ട് നമ്മുടെ വ്ളോഗിൽ ഞാൻ തിളങ്ങി നിൽക്കുമെന്ന് പറഞ്ഞിട്ട് കിച്ചേട്ടൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ കൂടെ പാവമാണ് കേട്ടോ ആള്. അപ്പം അച്ഛനും നമ്മളും കൂടെ അച്ഛൻ നേരെ ആര്യാസിലാണ് കൊണ്ടുപോയത്. ആര്യാസ് എന്ന് പറയുമ്പോൾ കറക്റ്റ് നമ്മൾ നിയർ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും KSRTC ബസ് സ്റ്റാൻഡിലേക്കുള്ള മെയിൻ ഏരിയയിലാണ് കേട്ടോ ആര്യാസ് ഉള്ളത്. നമ്മൾ നേരെ ഉള്ളിലേക്ക് നമ്മൾ 2 വണ്ടിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് അമ്മയുടെ ഒരു ഫ്രണ്ടിനെ കണ്ടു. അപ്പോൾ അമ്മ കുറച്ചിടം നിന്ന് സംസാരിച്ചിട്ട് ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് കയറി കേട്ടോ. അവിടെ ആര്യാസിലെ ഫുഡ് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അടിപൊളി സദ്യയാണ്. കാരണം വെള്ളച്ചോറും ഉണ്ട്, ചമ്പച്ചോറും ഉണ്ട്. വെള്ളച്ചോറ് ഇഷ്ടപ്പെട്ടവർക്ക് വെള്ളച്ചോറ് കഴിക്കാം, ചമ്പച്ചോറ് ഇഷ്ടമുള്ളവർക്ക് ചമ്പച്ചോറ് കഴിക്കാം. ഞാൻ പിന്നെ അവിടെ സദ്യ കഴിക്കാൻ പോയി ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവിടുത്തെ പ്ലേറ്റ് ആണ് കേട്ടോ. പ്ലേറ്റിൽ എല്ലാ ഫുഡും ഇങ്ങനെ നമ്മളെ കറികളൊക്കെ സെപ്പറേറ്റ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. ആ രീതിക്ക് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല അവിടുത്തെ പപ്പടം, എൻ്റെ പൊന്നോ, എനിക്ക് പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയാട്ടോ അവിടുത്തെ പപ്പടം. നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഫുഡ്. പിന്നെ നമ്മൾ ഇത്രയും പേരുള്ളത് കൊണ്ട് കറക്റ്റ് എണ്ണം പറഞ്ഞിട്ടായിരുന്നു അവർ ശ്രദ്ധിച്ചിട്ട്, കാരണം അറിയാമല്ലോ ഇത്ര പേര് പോകുമ്പോൾ. അപ്പം എൻ്റെ അമ്മ ആ പാത്രത്തിലെ ചമ്മന്തി എടുത്തിട്ട് ഇതാണ് ചമ്മന്തി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ പറഞ്ഞ് കളിക്കുന്നത്. എൻ്റെ അമ്മൂമ്മയ്ക്ക് 19 വയസ്സുണ്ടെങ്കിലും അമ്മൂമ്മയും ഈ 50 വയസ്സായ എൻ്റെ അമ്മയും കൂടെ ഇന്നും കൊച്ചു പിള്ളേരുടെ സ്വഭാവമാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇവർ രണ്ടരുടെ കളി കണ്ടിട്ട് അച്ഛൻ അവിടെ നിന്നോട് പറഞ്ഞ് ഇതാണ് രസം, ഇതാണ് പായസം എന്ന് പറഞ്ഞിട്ട് അവരെ കളിയാക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ പോകുന്ന ഒരു ഫാമിലിയിൽ എല്ലാവരും കൂടെ പോകുമ്പോൾ ഉള്ള ഒരു എൻജോയ്മെൻ്റ് അറിയാമല്ലോ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയും കളി പറഞ്ഞും ഒക്കെ ആയിരുന്നു കേട്ടോ. ചോറ് മുമ്പിലേക്ക് ഇട്ടപ്പോൾ തന്നെ ഞാൻ പരിപ്പെടുത്ത് കമഴ്ത്തി, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ രാവിലെ ഞാനൊന്നും കഴിക്കാണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ അമ്മ ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ കഴിച്ചില്ല കേട്ടോ. ഞങ്ങൾ നേരെ പോയിട്ട് ഞാൻ നേരെ ഒന്നും നോക്കിയില്ല, ആര് കഴിക്കുന്നു കഴിച്ചില്ല എന്നുള്ള കാര്യം ഞാൻ നോക്കില്ല. ഞാൻ നേരെ ഫുഡ് പരിപ്പ് കമഴ്ത്തിയിട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പിള്ളേർക്ക് നാരങ്ങ വെള്ളമൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അതെല്ലാം വാങ്ങിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ബില്ലും ചെയ്തിട്ട് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി കേട്ടോ. പിന്നെ ഇനി ബില്ലും ചെയ്തിട്ട് ഞങ്ങൾ അമ്മയും പിള്ളേരും ഏട്ടനും ശിവപ്രസാദ് ഏട്ടനും കൂടെ നേരെ നമ്മുടെ തിരുവല്ല വീട്ടിലേക്കാണ് പോകുന്നത്. അച്ഛനും അമ്മയും അമ്മൂമ്മയും അച്ഛൻ്റെ കൂട്ടുകാരനൊക്കെ ആയിട്ട് പുളിയിറക്കോണത്തേക്കാണ് പോകുന്നത്. അച്ഛൻ രാവിലെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായതുകൊണ്ട് അച്ഛൻ പറയും, എൻ്റെ ചക്കര മുത്തല്ലേ, എൻ്റെ ചക്കിളി മുത്തല്ലേ, നീ കരയണ്ട, അച്ഛന് വരാൻ പറ്റാഞ്ഞിട്ടല്ലേടാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ആശ്വസിപ്പിച്ചിട്ട് പോട്ട് വീട് മക്കളെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് അവർ വീട്ടിലേക്ക് പോയിട്ടോ.
പിന്നെ ഞങ്ങൾ നേരെ ഓട്ടോയിലേക്ക് കയറി. കാശയാണെങ്കിൽ നമ്മുടെ വന്നില്ല, ചേട്ടൻ്റെ ടൂ വീലറിൽ വരണുള്ളൂ എന്ന് പറഞ്ഞ് പിണങ്ങിയിട്ട് അവസാനം ചേട്ടൻ്റെ കൂടെ ആട്ടാ വണ്ടിയിൽ കയറിയത് അവൻ. അപ്പോഴത്തേക്കും കിച്ചേട്ടൻ്റെ ബ്രദർ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ചെലവ് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ എന്താ വേണ്ടെന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു മട്ടൻ ബിരിയാണി വേണം. ഞങ്ങൾ നേരെ എന്തോ ചെയ്ത് തമ്പാനൂരിൽ നിന്ന് നേരെ കരമന വഴി നമ്മൾ പോയ സമയത്ത് അവിടെ കൊച്ചണ്ണൻ്റെ കടയുണ്ട് കേട്ടോ, അടിപൊളി മട്ടൻ ബിരിയാണിയാണ്. അവിടെ നിർത്തിയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വാങ്ങിക്കാന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു നമ്മൾ പോയത്. നമ്മൾ പോകുന്ന വഴിക്ക് പെട്രോൾ അടിക്കണമായിരുന്നു കേട്ടോ വണ്ടിക്ക്. അപ്പം അതും അടിക്കാൻ വേണ്ടി കയറി. പിന്നെ മട്ടൻ ബിരിയാണി വാങ്ങിക്കണമായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിന് വേണ്ടിയിട്ട്. അപ്പം പെട്രോൾ അടിക്കുന്നത് എന്താ വെച്ചാൽ CNG വണ്ടിയിൽ നമ്മൾ വണ്ടി ഓടിക്കൊണ്ട് ഒതുക്കുമ്പോഴത്തേക്കും പിന്നെ വണ്ടി എടുക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് 1 കിലോമീറ്ററൊക്കെ പെട്രോൾ ഓടുന്നത് നല്ലതാന്ന് പറയുന്നുണ്ട് വണ്ടിക്ക്. അപ്പം അതുകൊണ്ട് നോക്കുമ്പോഴത്തേക്കും പെട്രോൾ തീരെ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് നേരെ വീട്ടിലെത്തി കേട്ടോ. നമ്മൾ ഈ വണ്ടി എടുക്കാൻ വേണ്ടി എടുക്കുന്നതിൻ്റെ അതിന് 3 ദിവസം മുമ്പേ തുടങ്ങിയ ഓട്ടമായിരുന്നു. അപ്പം വണ്ടിയെല്ലാം ഇറങ്ങി വന്നതിന് ശേഷം നേരെ വീട്ടിലേക്കാണ് കയറിയത്. വീട്ടിലേക്ക് കയറിയപ്പോഴത്തേക്കും ശരിക്കും ഉച്ച ഒരു 2:30-3 മണിയോളം ആയി കേട്ടോ. അപ്പം പിന്നെ വണ്ടി പൂജിക്കാൻ കൊണ്ടുപോകണം. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് വണ്ടി ഇറക്കിയതുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പം നേരെ നമ്മൾ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ നേരെ അടുത്ത് റെഡിയായിട്ട് വണ്ടി പൂജിക്കാനായിട്ട് റെഡി ആയിട്ടോ. പിന്നെ അമ്മ വന്നില്ല കൂടെ, ഞാനും പിള്ളേരും ഏട്ടനും കൂടിയാണ് വണ്ടി പൂജിക്കാൻ പോയത്. ഓരോ കാര്യങ്ങൾ ഇത്ര ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ കാര്യം എന്ന് വെച്ചാൽ വണ്ടി എടുക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയുന്ന കേട്ടോ. നമ്മൾ നേരെ വണ്ടി കൊണ്ട് പോകുന്നത് അടുത്തുള്ള ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലാണ് കേട്ടോ. ട്രിവാൻഡ്രം ഉള്ള ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഞങ്ങൾ ഇറങ്ങാൻ നേരം ചെറുതായിട്ട് മഴയുള്ളതുകൊണ്ട് ഒരു കുട കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ വണ്ടി എടുത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തൊട്ടേന് മഴ പെയ്യാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ കഴിഞ്ഞ 10 വർഷം കൊണ്ടും 2 വീലറിൽ മഴ നനഞ്ഞ് ഒരുപാട് 2 പിള്ളേരെയും വളർത്തിയ സമയത്തൊക്കെ മഴ നനഞ്ഞ് ഒരുപാട് നമ്മൾ ഒതുങ്ങിയും മഴ നനഞ്ഞും ഒക്കെ പോയ കാലങ്ങളാണ് ഞങ്ങൾ ഓർക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സ്ട്രഗിൾ ചെയ്ത ലൈഫിനെ പറ്റിയാണ് ഓർക്കുന്നത്. ഞങ്ങൾ നേരെ അമ്പലത്തിൽ പോയിട്ട് പിന്നെ പൂജിക്കാനായിട്ട് വണ്ടിയുടെ നമ്പറും താക്കോലും ഒക്കെ രസീതൊക്കെ എഴുതിച്ച് താക്കോലും കൂടെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും പോയിട്ട് വന്നിട്ട് വണ്ടി പൂജിച്ച് നല്ലപോലെ പ്രാർത്ഥിച്ചിട്ട് ഈ നല്ലപോലെ ലൈഫ് മുന്നോട്ട് പോട്ടെ എന്നൊക്കെ കൺഗ്രാസ് ചെയ്തിട്ട് പോയിട്ടോ. അപ്പം നമ്മൾ ഇനി നമുക്ക് 1-2 അമ്പലത്തിലും കൂടെ പോകണം. അപ്പം ഇന്ന് ഇപ്പോൾ ടൈം ഇത്രയും ആയതുകൊണ്ട് പോകാൻ പറ്റില്ല, കാരണം നല്ല മഴയുണ്ടായിരുന്നു. മാത്രമല്ല ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ പ്രദോഷ ദിവസം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം നമ്മളവിടെ നൂല് പൂജിക്കാൻ നിന്നില്ല, കാരണം ആ നൂല് നമുക്ക് പൂജിച്ച് കിട്ടുമ്പോഴത്തേക്കും നല്ല ലേറ്റ് ആവും. അതുകൊണ്ട് നമ്മൾ നൂല് പൂജിക്കാനായിട്ട് നിന്നില്ല. വണ്ടി പൂജിച്ച് ഹാരം ഇട്ട ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് വന്നത് കേട്ടോ. വീട്ടിലേക്കെന്ന് പറയുമ്പോഴത്തേക്കും മഴ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സമയം ഫുള്ള് മഴ നനഞ്ഞു നിന്നു. അപ്പം എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വണ്ടി പുറത്തേക്ക് എടുത്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിങ് ആയിരുന്നു. പിന്നെ പോണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയിട്ട് ഏട്ടൻ്റെ കൂട്ടുകാരൻ പാവം രാവിലെ തൊട്ട് ഞങ്ങളുടെ കൂടെ ഉള്ളതാണ്. അപ്പം ആൾക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കാണിച്ച് കൊടുത്തിട്ട് ഞങ്ങൾക്കും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ഹോട്ടലിൽ പോയി ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. നമ്മൾ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അമ്മ വെയിറ്റ് ചെയ്യുന്ന വെളിയിൽ തന്നെ ഉണ്ടായിരുന്നു, നമ്മൾ വണ്ടിയും കൊണ്ട് വരുന്നത് കാണാനായിട്ട്. അങ്ങനെ അമ്മ വെളിയിലുണ്ടായിരുന്നു. നമ്മൾ നേരെ വീട്ടിലേക്ക് കയറി കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലൈഫിലെ പുതിയ ചുവടുവയ്പ്പിൻ്റെ കുറച്ച് വീഡിയോസ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ.